ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള ശാലോം TV പ്രേക്ഷകരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്തുമാത്രം പവർഫുള്ളാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഈശോയുടെ തന്നെ വാക്കുകൾ നമുക്കറിയാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിച്ചു വച്ചിരിക്കുകയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന വാക്യം വളരെ സുപരിചിതമാണ് നമുക്ക്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും താൻ പ്രാർത്ഥിക്കുന്ന ഏതൊരു തരം ദൈവത്തോടാണ് എന്നറിയുവാനായിട്ട് ആഗ്രഹിക്കും. ഏത് സാഹചര്യത്തിൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടും? ക്രൂരമായ വിനോദമുള്ള ഒരു ദൈവമാണോ, അതോ ഭയമുള്ള, ചോദിക്കുന്നതിനേക്കാൾ ഉപരി നൽകുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ഒരു ദൈവമാണോ? ഇതൊക്കെ അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ചിന്ത ഞാൻ പറയേണ്ടതില്ല. സ്നേഹിക്കുന്ന, ചോദിക്കുന്നതിനേക്കാൾ ഏറെ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഈശോ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തുള്ള ഒരാളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. യഹൂദൻ എന്ന നിലയിൽ യഹൂദ റബ്ബിമാർ പറഞ്ഞിരുന്നു, ചെവി വായോട് എത്ര അടുത്തിരിക്കുന്നുവോ അത്രയും ദൈവം സൃഷ്ടികളോട് അടുത്തിരിക്കുന്നു എന്ന്. ചെവി വായോട് എത്ര അടുത്തിരിക്കുന്നോ അത്രയും ദൈവം സൃഷ്ടികളോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് ഒരു സിറ്റിയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളോട് പറയുന്നത് കേൾക്കാനായിട്ട് പ്രയാസമാണ്. കാരണം അത്രയ്ക്കും ബഹളമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലെ സകലമാന മനുഷ്യരും പ്രാർത്ഥിക്കുന്നവ മുഴുവനും കേൾക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. മനുഷ്യൻ ആവശ്യങ്ങൾ കൂടുതലാകുമ്പോൾ അരിശപ്പെടും. ആലോചിച്ച് നോക്കി, ഒരു പപ്പായോട് മക്കള് എനിക്ക് ടൂറിന് പൈസ വേണം, പഠിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഏറെ പറയുമ്പോഴത്തേക്ക്, ഓ എൻ്റെ ദൈവമേ കേട്ട് ഞാൻ മടുത്തു, ഒന്ന് നിർത്താവോ? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ആവശ്യങ്ങൾ പറയുമ്പോൾ ഭർത്താവ് അരിശപ്പെടും. എന്നാൽ ദൈവം നമ്മൾ ആവശ്യങ്ങൾ പറയും തോറും നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ദൈവത്തിന് ആവശ്യങ്ങൾ കൂടുതൽ പറയുമ്പോൾ അവനെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അത് ഈശോയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ നമുക്കതിന് കൂടുതലായിട്ട് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈശോയുടെ വാദം വളരെ ലളിതമാണ്. അപ്പൻ മകൻ ഒന്നും തിരസ്കരിക്കാത്തതുപോലെ പിതാവായ ദൈവം മക്കൾക്കൊന്നും നിഷേധിക്കുകയില്ല. ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഈശോ അത് അവതരിപ്പിച്ചത്. ഈശോ ചോദിച്ചു, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കടൽ തീരത്തെ കല്ല് അപ്പം പോലെ തന്നെ കിടന്നിരുന്നത്ര. ആ പശ്ചാത്തലം അതിൻ്റെ പുറകിലുണ്ട്. അപ്പം മകന് പപ്പായോട്, പപ്പ എനിക്കൊരു അപ്പം തരുമോ എന്ന് ചോദിക്കുമ്പം അപ്പം പോലെ തന്നെ കല്ലിരിക്കുന്നത്. അതെടുത്ത് ഈ അപ്പൻ കൊടുക്കുമോ എന്ന ചോദ്യത്തിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല.
പാമ്പും മീൻ പോലെ തന്നെയാണ്. അവിടെ ചെള്ളു പറയില്ലേ, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ പാമ്പിനെയും കഴിക്കണമെന്നൊക്കെ പറയല്ലേ. എന്നാൽ ഇവിടെയുള്ള പശ്ചാത്തലം ഇതാണ്. ലേവ്യർ 11:12 ലേവ്യർ 11:12 പറയുന്നുണ്ട്, പാമ്പ് തിന്നാൻ യോഗ്യമല്ലാത്തതാണ്, യോഗ്യതയില്ലാത്തതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് യഹൂദനായ ഈശോ പറയുന്നത് ഒരിക്കലും പാമ്പിനെ കൊടുക്കില്ല. ചുരുക്കത്തിൽ ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന തിരസ്കരിക്കുകയില്ല, നമ്മളെ കളിയാക്കുകയില്ല. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദൈവം എപ്പോഴും പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ് എന്ന് വ്യക്തമാവുകയാണ്. ഒട്ടേറെ ആളുകളുടെ അനുഭവങ്ങൾ അത് പറയുന്നുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കാറുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യായിരുന്നു, തൻ്റെ ഭാര്യയ്ക്ക് വളരെയേറെ വലിയൊരു അസുഖം, പ്രസവ സംബന്ധമായുള്ള അസുഖമാണ്. മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്, ഡോക്ടർമാരല്ലേ. എല്ലാ കൺസൾട്ടേഷൻ നടത്തി മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമല്ലെന്ന് ഉറപ്പുവരുത്തി. അദ്ദേഹം പറഞ്ഞത് അതേപടി അവതരിപ്പിക്കാൻ എനിക്ക് അറിവില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള എന്തോ ഒരു സംവിധാനമാണത് കുഴപ്പമായി, അവിടെ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് സാധിക്കുകയില്ല, കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് നശിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ, എന്തു ചെയ്യും, അമ്മയുടെ എങ്കിലും ജീവൻ രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലെത്തി. അപ്പോഴാണ് അവരൊരു ധ്യാനം അടുത്തുണ്ട് എന്ന് കേട്ടു. അവിടെ ചെന്നു. ആ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ വേറൊന്നും ചെയ്തില്ല, ഒന്ന് പ്രാർത്ഥിച്ചു. സാരമില്ല, എല്ലാം ദൈവം ശരിയാക്കും എന്ന് പറഞ്ഞ് വിട്ടു. അവർ പറയാണ്, അത്ഭുതമായിരുന്നു. ഈ അകത്ത് ഉണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം മാറി അടുത്ത സ്കാനിങ് എടുത്തു നോക്കിയപ്പോൾ എല്ലാം ശരിയായി, ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കുവാൻ സാധിച്ചു. ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. ദൈവം എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട്. എന്നാൽ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്കത് സാധിച്ചു തന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഞാനത് മറക്കുന്നില്ല. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം തരും, എന്നാൽ അവൻ്റെ വഴിയിലൂടെ തരികയുള്ളൂ, ദൈവത്തിൻ്റെ വഴിയിലൂടെ തരികയുള്ളൂ. ദൈവത്തിൻ്റെ വഴി നമ്മുടെ വഴികളല്ല. കർത്താവിന് അവൻ്റെതായ ഒരു വഴിയുണ്ട്, അത് നന്മയ്ക്കായിട്ടുള്ള വഴിയാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് മനുഷ്യന് മനസ്സിലായെന്ന് വരില്ല. അവൻ്റെ വഴി പൂർണ്ണമായ ബുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും വഴിയായിരിക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ക്ഷണത്തിൽ അപ്പാടെ തന്നാൽ അത് നമുക്ക് നാശമായിരിക്കാം, അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ. അതുകൊണ്ടായിരിക്കാം തരാത്തത്. കാരണം നമ്മുടെ അറിവില്ലായ്മ നമ്മെ അത് ചോദിക്കുവാൻ പ്രേരിപ്പിച്ചേക്കാം. എൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചുകാര്യം ഞാൻ പറയാൻ പോവാം. കൊച്ചുനാളിൽ എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ മുട്ടായിയോട് ഇഷ്ടം, എനിക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ മുട്ടായി എപ്പോഴും തിന്നണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ഒരു മുട്ടായി കൊട്ടാരത്തിനുള്ളിലാക്കണമേ. ഇപ്പോൾ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് ഓരോ കല്ലിളക്കി അങ്ങ് തിന്നാൽ പോരെ, മുട്ടായി തിന്നാം എപ്പോഴും. എന്നാൽ പ്രായമായപ്പോൾ മനസ്സിലായി അത് എത്ര വലിയ മണ്ടത്തരമായിരുന്നു, അതെന്നാ ബാലിശമായ പ്രാർത്ഥനയായിരുന്നു എന്ന് പ്രായമായപ്പോൾ പിടികിട്ടി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബുദ്ധി പൂർണ്ണമായും വളർന്നു കഴിഞ്ഞു എന്ന് നമുക്കൊരു സ്റ്റേജിലും പറയുവാൻ സാധിക്കുകയില്ല. അത് ബാലിശമായ കാര്യങ്ങളൊക്കെ ചോദിക്കും, അപ്പോൾ നമുക്കത് ബാലിശമാണെന്ന് തോന്നുകയില്ല. പക്ഷെ പിന്നീട് ദൈവം നമ്മളെ പക്വതയിലെത്തിക്കുമ്പോൾ, അല്ലെ ദൈവത്തിൻ്റെ കണ്ണുകളോടെ കാര്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ
നമുക്ക് മനസ്സിലാകും ആ ചോദിച്ചത് മൗഢ്യമായിരുന്നു, നന്മയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ കാണാനും ചോദിക്കാനും കഴിയണം എന്നതാണ് അച്ഛൻ ആദ്യമായി പറഞ്ഞു വരിക. 2, ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിലനിൽക്കണം. നിരാശ വേണ്ട. ഇവിടെ നമ്മുടെ ആത്മാർത്ഥത പരിശോധിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധിക്കുവാൻ നമുക്ക് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുക ആത്മാർത്ഥതയുടെ ശരിയായ തെളിവാണ്. ഇയാൾ നിരന്തരം അത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം അയാളുടെ ശരിക്കും ഒരാഗ്രഹമാണെങ്കിൽ അയാൾ എപ്പോഴും ഉന്നയിക്കും. നമുക്ക് വല്ലൊരു തോന്നലിന് ഒരു കൊച്ചു പപ്പായോട് പറയാണ്, എനിക്ക് ഐസ്ക്രീം തിന്നണം ചോദിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവനത് മറന്നുപോയി. അവൻ ആ കാര്യത്തിൽ ബോധേഡല്ലെങ്കിൽ പപ്പ വിചാരിക്കും എന്തിനാ വെറുതെ മേടിച്ചു കൊടുക്കുന്നത്. എന്നാൽ നിരന്തരമായിട്ട് കൊച്ചു ചോദിക്കുകയാണ്, എൻ്റെ ഐസ്ക്രീം എൻ്റെ ഐസ്ക്രീം. അപ്പോൾ ആ പപ്പായ്ക്ക് പിടി കിട്ടും, അയ്യോ അവൻ അത്ര ആഗ്രഹത്തോടെ ചോദിക്കുന്നതല്ലേ, കൊടുക്കാം. അതുപോലെ തന്നെ നിരന്തരമായ ചോദ്യങ്ങൾ, നിരന്തരമായ അപേക്ഷകൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാർത്ഥതയുടെ ഒരു തെളിവാണ്. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു നിരാശയുടെ അനുഭവം വേണ്ട. നെപ്പോളിയൻ ചക്രവർത്തിയോട് ഒരു സൈന്യാധിപൻ പറയുന്നുണ്ട്, ചരിത്രം വായിച്ചവർക്കറിയാം, അങ്ങ് പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ. നെപ്പോളിയൻ ഉത്തരം പറഞ്ഞു, യെസ് ഉണ്ട്. സൈന്യാധിപൻ പറഞ്ഞു, സത്യത്തിൽ ആ സമയം കൂടെ നമ്മുടെ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. സൈന്യാധിപൻ തൻ്റെ അഭിപ്രായം പറയുകയാണ്. അയാളൊരു നിരീശ്വരനാണ് എന്ന് നെപ്പോളിയൻ അറിയാമായിരുന്നു. നെപ്പോളിയൻ അയാളോട് ചോദിച്ചു, എൻ്റെ യുദ്ധതന്ത്രങ്ങളെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? സൈന്യാധിപൻ പറഞ്ഞു, കൊള്ളാം, അങ്ങ് വളരെ നൈപുണ്യമുള്ള മനുഷ്യനാണ്, ബുദ്ധിപൂർവമാണ് അങ്ങ് ഓരോ കരുക്കൾ നീക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഉടനെ നെപ്പോളിയൻ ചോദിച്ചു, എൻ്റെ ബുദ്ധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഉടനെ പറഞ്ഞു, കണ്ടിട്ടില്ല എങ്കിലും നിങ്ങളതിൽ വിശ്വസിക്കുന്നു അല്ലേ? അയാൾ പറഞ്ഞു, അതെ. ഉടനെ തന്നെ നെപ്പോളിയൻ പറഞ്ഞതാണ്, എന്നെയും താങ്കളെയും പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. അതിൽ നിങ്ങൾ ലജ്ജിക്കുന്നു. അപ്പോൾ നിങ്ങളെത്ര ഭോഷനാണ്. അതിനൊരു ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സൈന്യാധിപനൊന്നും മിണ്ടിയില്ല. ഉടനെ നെപ്പോളിയൻ പറഞ്ഞ ഇതാണ്, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന ആ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞിട്ട് വരാം, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് നെപ്പോളിയൻ പോവുകയാണ്, പ്രാർത്ഥനയ്ക്കായിട്ട് നീങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നെപ്പോളിയൻ അവിടെ അവതരിപ്പിച്ചത് എന്താണെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചിലതൊക്കെ കാണുന്നു, ചിലതൊക്കെ അനുഭവിക്കുന്നു, പക്ഷെ ചിലതൊക്കെ അനുഭവിക്കുന്നില്ല. എങ്കിലും എന്നെ നിരന്തരം പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് കഴിയണം എന്നത് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. നിരീശ്വരനായ ആ മനുഷ്യന് തക്ക മറുപടി കൊടുക്കുവാൻ നെപ്പോളിയന് കഴിഞ്ഞു എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുന്നുണ്ട്, വിശക്കുന്ന ഒരാൾക്ക് രുചികരമായ ഭോജനം പോലെ വിശക്കുന്ന ആത്മാവിന് ഹൃദയപൂർവമായ പ്രാർത്ഥനയാണ് ഭക്ഷണം എന്ന്. ഗാന്ധിയുടെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. വിശക്കുന്ന ഒരാൾക്ക്
രുചികരമായ ഭോജനം പോലെ വിശക്കുന്ന ആത്മാവിന് ഹൃദയപൂർവമായ പ്രാർത്ഥനയാണ് ഭക്ഷണം എന്ന്. അപ്പോൾ നമുക്ക് വളരെയേറെ ആവശ്യമായിരിക്കുന്ന, നമ്മുടെ ആത്മാവിൻ്റെ പോഷണമായിരിക്കുന്ന ഈ പ്രാർത്ഥന എത്രയേറെ ആവശ്യമാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്ന വചനമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത്. ഈശോ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഗോൾഡൻ വേർഡ് ഓഫ് ദ ബൈബിൾ എന്നറിയപ്പെടുന്ന, സുവർണവാക്യം എന്നറിയപ്പെടുന്ന ഒരു വചനമാണ് മത്തായി 7:12. എന്നൊന്ന് വായിക്കുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഈ വചനം അച്ഛനൊന്ന് വിശദീകരിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് ചെയ്യുക. അതാണ് സുവർണ നിയമമാണ്, ഗോൾഡൻ റൂളായിട്ട് ലോകത്തിൽ അറിയപ്പെടുന്നതാണ്. തോബിത്ത് 4:16, സങ്കീർത്തനം 15:3 ഇതേ ആശയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതുവഴി ഈശോ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കുവാൻ പരമാവധി ഞാൻ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വഴിയിൽ നിന്ന് മാറി മറ്റുള്ളവരെ സഹായിക്കാനും അവരോട് ദയവ് കാണിക്കാനും ഞാൻ ശ്രമിക്കണം. ഇത് സ്നേഹം നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു വിഷമാവസ്ഥയിലെത്തിയാൽ എനിക്കിങ്ങനെയുള്ള സ്നേഹം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും, നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ എൻ്റെ വഴിയിൽ നിന്ന് മാറി എൻ്റെ വഴി, എനിക്കെൻ്റെ രീതി, എനിക്ക് അതിൽ കൂടെ ഒന്നും സാധിക്കുകയില്ല എന്ന് ചിന്തിക്കാതെ എൻ്റെ വഴിയിൽ നിന്ന് മാറി മറ്റുള്ളവരെ സഹായിക്കാൻ, അവരോട് ദയയോടെ പെരുമാറുവാൻ എനിക്ക് കഴിയണമെന്നാണ് ഈശോ ഇതിലൂടെ ഒന്നാമതായിട്ട് അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മോട് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവ നമ്മൾ അവരോടും ചെയ്യരുത്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഇതിനകത്തുണ്ട്. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യണം, ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവ നമ്മൾ ചെയ്യരുത്. ഇത് പാലിക്കാൻ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പം കാണും. മറ്റുള്ളവർ നമ്മളോട് ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു രീതി അതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരാൾ എന്നെ കയറി ഇന്ന് എത്ര അരിശം വന്നാലും അടിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മളും അത് ചെയ്യാതിരിക്കുന്നു. കുറച്ചുകൂടി എളുപ്പമാണ്. തീർത്തും എളുപ്പമാണെന്ന് അച്ഛൻ പറഞ്ഞില്ല, കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് എൻ്റെ ചിന്ത. മൂന്നാമത്, മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണം എന്നാഗ്രഹിക്കുന്നവ ഞാൻ അവരോടും ക്ഷമിക്കണം. ഈശോയുടെ സ്നേഹം ഉള്ളിലുള്ളവർക്ക് ഇത് സാധിക്കത്തുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ് ഈശോ അവതരിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് കഴിയും. മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവ ഞാൻ അവരോടും ക്ഷമിക്കണം. നമ്മളെല്ലാവരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ എന്തെങ്കിലും ഇതൊക്കെ തെറ്റുകൾ എനിക്ക് പറ്റിപ്പോകും, ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് എൻ്റെ ഭാഗത്തു നിന്നും ആ ക്ഷമ ഉണ്ടാകണം എന്നതാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കുക. നാലാമത്, മറ്റുള്ളവർ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കണം. മറ്റുള്ളവർ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഈയിടെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ പെട്ടെന്ന് ലെവൽ കിട്ടാൻ ഞാൻ വീണുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കും ആരെങ്കിലും എന്നെ ഒന്ന് പിടിച്ചു പോക്കണം. എൻ്റെ അടുത്തുണ്ടായിരുന്നവർ എന്നെ പെട്ടെന്ന് പിടിച്ചു പോക്കി, എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് മറ്റുള്ളവരോട് കാണിക്കേണ്ട വലിയ സ്നേഹമാണ്. മറ്റുള്ളവരെ ഞാൻ സഹായിക്കണം. അഞ്ചാമത്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് ഞാനും നല്ലത് പറയണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്.
സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിയേ, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കും. എൻ്റെ ആഗ്രഹം അതാ. ഇടവക ജനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹം. ആർക്കെങ്കിലും ഉണ്ടോ എന്നെക്കുറിച്ച് മോശം പറയണമെന്ന്? ഭർത്താവിന് ആഗ്രഹം ഭാര്യ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന്, ഭാര്യയ്ക്ക് ആഗ്രഹം ഭർത്താവ് നല്ലത് പറയണമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയണം. എൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു തീവ്രത ഉണ്ടാവണം. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുക. അതിനുള്ളൊരു തീവ്രത ഉണ്ടാകുമ്പോൾ എത്ര മനുഷ്യരെയാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത്. നമ്മൾ നിസ്സാരമായി തള്ളരുത്. ഓ, ഞാൻ പറഞ്ഞാൽ ഇപ്പം ആർക്കാ വലിയ കാര്യം എന്ന് വിചാരിക്കരുത്. നമ്മൾ പറയുന്ന ഓരോ നല്ല വാക്കും മറ്റുള്ളവർക്ക് വലിയ വളർച്ചയാണ്. അത് പറയാൻ കഴിയണമെന്ന് ഈശോ ഇതുവഴി നമ്മളോട് സംസാരിക്കുകയാണ്. ആറാമത്, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെയും മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് ലവ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതല്ലേ? മറ്റുള്ളവരൊക്കെ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വിഷമമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെയും മനസ്സിലാക്കണം എന്നതാണ് ഈശോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കും, എൻ്റെ കഷ്ടപ്പാടും ദുരിതവും എൻ്റെ വിഷമങ്ങളും ഒക്കെ ഈ ഭാര്യ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം ഞാൻ ആ ഭർത്താവിനോട് പറയും, ഇതുപോലെ തന്നെ ആ ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലാക്കിക്കേ. ഈ അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകേണ്ടതാണ് കേട്ടോ. നമ്മൾ ഇടപെടുന്ന സഹോദരങ്ങൾക്ക് ഈ മനസ്സിലാക്കൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ തത്വം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനിക്കണം. സ്വാർത്ഥത മരിക്കാതെ ഇത് സാധ്യമല്ല. ഈശോ ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം മുഴുവൻ ഇതാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ഇത് അവതരിപ്പിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർവചനമാണ്. ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നവർക്ക് സ്വാർത്ഥതയെ നിഹനിക്കാൻ സാധിക്കും. സ്വാർത്ഥതയെ നിഹനിച്ചാലേ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തോട് കടന്നു വരുവാനും സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ ചിന്തകൾ സ്വാധീനിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആഗ്രഹിച്ച് ആശംസിക്കുകയാണ്. എൻ്റെ സ്വാർത്ഥതയെ നിഹനിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് ഈ വചനം പ്രചോദനം നൽകട്ടെ. അതിനു വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങൾക്കെല്ലാം നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ പൊന്നുതമ്പുരാൻ്റെ മുൻപിൽ ആ വലിയ ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ ബന്ധത്തിൽ വളർന്നുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളോട് കൂടുതൽ അടുക്കുവാൻ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് ഇടപെടുവാൻ, അങ്ങനെ അങ്ങയുടെ സുവർണ്ണ നിയമം ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.